يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليه لا يرجعون وإن كل لما جميع الذين محضرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഹസ്റതൻ അലൽ ഇബാദ്, അടിമകൾക്കുള്ള നാശം, ജനങ്ങൾക്കുള്ള നാശം, അവർക്ക് എല്ലാ പ്രവാചകന്മാരും വരുമ്പോഴൊക്കെ അവർക്ക് ആ റസൂലിനെ അവർ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഈ ആയത്തിൽ യാ ഹസ്റതൻ അലൽ ഇബാദ്, അടിമകൾക്കുള്ള നാശമേ എന്ന് അതൊരു വിളിച്ചു പറയലാണ്. മനുഷ്യന്മാർക്കുള്ള കഷ്ടമേ നഷ്ടമേ എന്ന് അതൊരു വിളിച്ച് സങ്കടവും ബേജാറും പ്രകടിപ്പിക്കലാണ്. ഇത് ഈ ആയത്തിൽ രണ്ടർത്ഥം പറഞ്ഞ ഇമാമികളുണ്ട്. ഒരു കൂട്ടം ഇമാമികൾ ഇതിന്റെ അർത്ഥം പറയുമ്പോൾ അവർ പറയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സംബന്ധിച്ച് പറയുകയാണെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്മാർക്ക് ഓരോ റസൂലിനെയും ഓരോ നബിമാരെയും അയക്കുകയാണ്. പക്ഷേ ജനങ്ങളാണെങ്കിലോ ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും അവരെ ഇൻസൾട്ട് ചെയ്യുകയും അവരെ വിശ്വസിക്കാതെ അവിശ്വസിച്ചുകൊണ്ട് അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരെ പ്രവാചകന്മാരെല്ലാം ഒരു സാധാരണ മനുഷ്യന്മാരാണെന്ന് അവരെ ആക്ഷേപിക്കുകയാണ്. ഇത് മനുഷ്യന്മാർക്കുള്ള ഒരു കഷ്ടമാണ്, അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നൊരർത്ഥം. മറ്റൊരു അർത്ഥം ഇമാനികൾ പറയുന്നു, ജനങ്ങൾ ഖബറിലേക്ക് എത്തുമ്പോൾ മഹ്ശറയിലെത്തി അവിടുത്തെ ശിക്ഷ കാണുമ്പോൾ ആൾക്കാർ തന്നെ പറയുന്നു, ഞങ്ങളുടെ നാശമേ നഷ്ടമേ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി. അതായത് ആൾക്കാർ മരണപ്പെട്ടു പോയ അവിശ്വാസികളായ ആൾക്കാർ പറയാണ്, ഈ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി, ഞങ്ങളിവിടെ ഇത്രയും കഷ്ടങ്ങളും ദുരിതങ്ങളും യാതനകളും വേദനകളും ഈ ഖബറിൽ വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ദുനിയാവിലാണെങ്കിൽ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഏതായാലും കഷ്ടത്തിലായി പോയി. അപ്പൊ ഇവർക്കെങ്കിലും ഒന്ന് ആ പ്രവാചകന്മാരെ അനുസരിച്ചുകൂടെ, ആ നബിമാര് പറയുന്നത് കേട്ട് സന്മാർഗത്തിന്റെ വഴിയിൽ വന്നൂടെ എന്ന് ജനങ്ങൾ പറയുന്നതാണ്, മരിച്ചുപോയ ആൾക്കാർ പറയുന്നതാണ് എന്നും ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞ ഇമാമികളുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഓരോ നബിമാർ വരുമ്പോഴും ഓരോ പ്രവാചകന്മാർ റസൂലുകൾ വരുമ്പോഴും ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി, അവർക്ക് ശേഷം എത്ര വിഭാഗങ്ങളാണ്, എത്ര സമുദായങ്ങളാണ് വന്നത്, അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ്. അതായത് ഹൂദ് നബി അലൈഹിസ്സലാം ഇവിടെ ദീന പ്രബോധനം നടത്തി, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ഇവിടെ ദീനി പ്രബോധനം നടത്തി, ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ഇവിടെ ദീനിന്റെ പ്രബോധനങ്ങൾ നടത്തി, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ദീനി പ്രബോധനം നടത്തി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഒരുപാട് നബിമാർ, ദാവൂദ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഒരുപാട് നബിമാരുണ്ട്. അവരുടെ ചരിത്രങ്ങളൊക്കെ വളരെ വിശാലവും വളരെ നീണ്ടതുമാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് കേവലം 80 കുറഞ്ഞ ആൾക്കാർ, 100 കുറഞ്ഞ ആൾക്കാർ, ചിലപ്പോൾ 80 ആകാം, അതിൽ മേലാകാം, പക്ഷെ 100 കുറഞ്ഞ ആൾക്കാരാണ് ദീനിലേക്ക് വന്നത്, ഇസ്ലാം മതം സ്വീകരിച്ചത്. നാം വിചാരിക്കും നാം കുറെ പറഞ്ഞ് ആരും സ്വീകരിക്കുന്നില്ല എന്ന്. പക്ഷേ നാം മനസ്സിലാകണം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, പടച്ചവനെ എന്റെ സമുദായത്തെ, എന്റെ നാട്ടുകാരെ ഞാൻ രാത്രിയും പകലും ദീനിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ അവർ എനിക്ക് ഉത്തരം ചെയ്യുന്നില്ല, എന്റെ ദുആ അവർ കേൾക്കുന്നില്ല, എന്റെ വിളി അവർ കേൾക്കുന്നില്ല, സന്മാർഗത്തിലേക്ക് വരുന്നില്ല. അവരില്ല കലീല, അവർ കുറഞ്ഞ ആൾക്കാരല്ലാതെ. ആ കുറഞ്ഞ ആൾ എത്രയാണ്? 80 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആൾക്കാരോ മാത്രമായിരുന്നു ദീനിലേക്ക് വന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഇവർക്ക് ഞാൻ ഇത്ര പറഞ്ഞാലും ഇവർ സ്വീകരിക്കുന്നില്ല, ഇനി ഞാൻ പറഞ്ഞത് കൊണ്ട് ഇവർ നന്നാകാൻ ഒരാളുമില്ല, ഇനി ഞാൻ പറയാത്തത് കൊണ്ട് ഇവിടെ ഒരാൾ ദീനിൽ നിന്ന് നശിച്ചു പോകാനുമില്ല. അതുകൊണ്ട് അവർക്ക് നീ നിന്റെ വ്യക്തമായ നിന്റേതായ ദൃഷ്ടാന്തം
ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണമെന്ന് പടച്ച റബ്ബിനോട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോ ഒന്നല്ല, ഒരു വർഷമല്ല, 2 വർഷമല്ല, 25 വർഷമല്ല, 50 വർഷമല്ല, 100 അല്ല, 200 അല്ല, 950 വർഷത്തോളം കാലം ദീനീ പ്രബോധനം നടത്തിയതിന് ശേഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തതിന് ശേഷം അല്ലാഹു പറയുന്നു, നൂഹ് നബിയെ നിങ്ങൾ ഒരു കപ്പൽ പണിയണം. അപ്പൊ അതൊരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അതിന്റെ സ്റ്റോറി ഞാൻ പറയാം. എല്ലാ പ്രവാചകന്മാരും നബിമാരും ഇവിടെ ദീനി പ്രബോധനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കാതെ വന്നപ്പോൾ അല്ലാഹു പറയുന്നു, കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹി ലാ യർജിഊൻ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദീനാ മുഹ്ദറൂൻ. ഇനി അല്ലാഹു പിന്നെ പറയുന്നു, ജനങ്ങളെ നിങ്ങൾ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. നാളെ മഹ്ശറയിൽ എല്ലാവരും എന്റെ അടുത്തേക്ക് വരാറുണ്ട്. തലക്ക് ഒരു ചാണ് മേപ്പോട്ട് സൂര്യൻ, കാലിന്റെ അടിയിലോ ഈയം കൊണ്ടുണ്ടാക്കിയ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ, കോപ്പർ കൊണ്ടുണ്ടാക്കിയ ആ നിലം സുബ്ഹാനല്ലാഹ് ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു സമയം, വളരെ പ്രയാസകരമായ ഒരു സമയം. 14 കോടി കിലോമീറ്റർ അഥവാ 15 കോടി കിലോമീറ്റർ മേപ്പോട്ട് നിന്ന് ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ കൊടും ചൂട് സഹിക്കാൻ പറ്റാതെ നാമത വിഷമിക്കുകയും നാമത ബേജാറാവുകയുമാണെങ്കിൽ നാളെ അത്തരം മേപ്പോട്ടുള്ള സൂര്യൻ ഒരിച്ചാണ് മേപ്പോട്ട് നിൽക്കുന്നതായ ഒരു രംഗം വരാറുണ്ട്. ആ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ യാസീൻ നമ്മെ പഠിപ്പിക്കുകയാണ്.